ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? മോളുടെ പേര് കൃഷ്ണയെന്ന്. മുത്തശ്ശി അത് കുട്ടി പരിഭ്രമിക്കേണ്ട. കൃഷ്ണയും ഗാഥയും രണ്ടുപേരാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, നവീന്റെ അച്ഛനും അറിയാം. അയ്യോ, നന്ദ എത്ര ഉത്സാഹത്തോടെ ഓടി നടന്നിരുന്നവനാ നവീൻ. അവന്റെ നിപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതെ അമ്മേ, നേരിൽ കണ്ടാലും അവനൊന്നും പറയാനില്ലാത്ത അവസ്ഥ. തല താഴ്ത്തിയുള്ള നടത്തം. ഗാഥ സിത്താരയുടെ വീട്ടിലേക്ക് പോയത് അവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഗാഥ ഇപ്പൊ പോയതല്ല അവനെ ബാധിച്ചിരിക്കുന്നേ, ഗാഥയിലുള്ള മാറ്റോ. കൃഷ്ണയുടെ സ്നേഹം അടുത്തു നിന്നറിഞ്ഞ ഒരാൾക്ക് ഗാഥയെ ഉൾക്കൊള്ളാൻ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മാത്രമല്ല, തിരിച്ചു വന്ന ഗാഥ എങ്ങനെയാണ് എല്ലാവരോടും ഇടപെടുന്നതെന്ന് കാണുന്നതുമല്ലേ. ഇതിനിപ്പോ എന്താ ഒരു പ്രതിവിധി? കാലാകാലത്തിന് അവനിങ്ങനെ നടന്നോട്ടേന്നാണോ? ഗാഥയും നവീനും ഒന്നിച്ചോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ച പോലും നാഗദൈവങ്ങൾ അതിനനുവദിക്കില്ല. അതിന്റെ തെളിവുകൾ ഒന്നല്ലല്ലോ നമ്മൾ കണ്ടത്. നാഗദൈവങ്ങൾ അനുഗ്രഹിച്ചത് കൃഷ്ണയാ. നവീന്റെ ജീവിതത്തിന് കൃഷ്ണ തന്നെ ആകട്ടെ എന്ന് അവര് വിധി എഴുതി കഴിഞ്ഞിരിക്കും. പിന്നെ മനുഷ്യരായ നമ്മള് അത് തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാം നവീനോട് തുറന്നു പറയാൻ സമയമായി എന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? നവീനോട് പറയണം, പക്ഷെ അതിനു മുമ്പ് വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടത് വേറൊരാളാ, കൃഷ്ണ. അതെങ്ങനെയാ? കൃഷ്ണമോൾ ഇതിന്റെ ഇടയില്? നമുക്ക് നവീന്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. കൃഷ്ണമോള് നവീനോടൊപ്പം ഉണ്ടായിരിക്കണം. അവന്റെ ജീവിതം എന്നെന്നും സന്തോഷമായിരിക്കണം. ഞാനൊന്ന് കൃഷ്ണയുടെ അടുത്ത് പോയാലൊന്ന് ആലോചിക്കുക. അവള് നവീനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാ. കൃഷ്ണമോളുടെ ഇവിടുത്തെ പെരുമാറ്റം വെച്ച് നോക്കിയാ അത് വെറും ഒരു ബാധ്യത തീർക്കലല്ല. അതെനിക്ക് തോന്നിയിട്ടുണ്ടേ. പക്ഷെ സിത്താരയും കൃഷ്ണയുടെ അമ്മയും തമ്മിലുള്ള ബന്ധം, തലമുറയായി അവർക്കുള്ള കടപ്പാട്, ഇതൊക്കെ മറികടന്ന് കൃഷ്ണമോള് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാ എടുപ്പിച്ചേ പറ്റൂ. കൃഷ്ണമോളുടെ സമ്മതം വാങ്ങിയതിനു ശേഷം മാത്രം നവീനോട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാം. നവീൻ പൊട്ടിത്തെറിക്കും. കാരണം നിസ്സാര കാര്യമല്ലല്ലോ. പൊട്ടിത്തെറിച്ചോട്ടെ, അത് കഴിഞ്ഞാൽ അവൻ ചിന്തിക്കാൻ തുടങ്ങും. അവസാനം അവൻ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. എന്തായാലും കൃഷ്ണയെ കണ്ട് സംസാരിക്കണം. ഞാനും വരാം അമ്മയുടെ കൂടെ. വേണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കോളാം. ആ കുട്ടിക്ക് നമ്മുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റിയാ മതി. അമ്മ ചെല്ലു. എല്ലാം അറിഞ്ഞ തങ്കത്തിന് ഇത് സമ്മതം തന്നെയാ. ബാക്കിയൊക്കെ തങ്കം മോളോട് പറഞ്ഞോളൂ. ശരി, നീ കുറച്ചു നേരം അവന്റെ അടുത്ത് ചെന്നിരിക്കെ, ആശ്വസിപ്പിക്കേ. മോനെ, നിന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല അല്ലേ? അങ്ങനൊന്നുമില്ലമ്മേ. എന്നോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നിനക്ക്? എനിക്കറിഞ്ഞൂടെ നിന്റെ മനസ്സിലെ വിഷമം? ഗാഥയുടെ ഇപ്പോഴത്തെ മാറ്റം എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടമ്മേ. പേടിയായിരിക്കുമെന്ന് സമാധാനിക്കാനല്ലേ പറ്റൂ. പക്ഷേ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന സമയം വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഗാഥ ഇതായിരുന്നു. ഒരാളെ പോലും വേദനിപ്പിക്കാൻ അറിയാത്ത, ഒരാളോട് പോലും മുഷിഞ്ഞ് പെരുമാറാൻ അറിയാത്ത ഗാഥയ്ക്ക് ഇത് എന്താണ് പറ്റിയതമ്മേ? അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ, സിത്താര മേഡത്തിന്റെ ആഡംബരങ്ങൾ വളർന്നിട്ട് പോലും ഒരു സാധാരണ പെൺകുട്ടിയെ പോലെയാണ് ഗാഥ പെരുമാറുന്നതെന്ന്. അയാളുടെ ആ പെരുമാറ്റമാണമ്മേ എന്നെ മാറ്റിമറിച്ചത്, എന്നെ കൊതിപ്പിച്ചത്, എന്നെ ആകെ മാറ്റിയത്. അതെ, ഒരു കാര്യം അമ്മയ്ക്ക് ഉറപ്പാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അകന്നു നിൽക്കാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിലൊരു വഴക്കുണ്ടാകുമ്പോ അതിലേതെങ്കിലും ഒരാള് തന്നെ താഴ്ന്നു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഗാഥമോളുടെ മുന്നില് മോനൊന്ന് താഴ്ന്നു കൊടുത്തേരെ. കുടുംബജീവിതമല്ലേ മോനെ. മോനൊന്ന് ഗാഥമോളെ വിളിക്കേ. അമ്മേ, വിളിക്കടാ. അല്ലെങ്കില് നീ ഇങ്ങനെ തനിച്ച് വിഷമിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് കാണേണ്ടി വരും. അത് അമ്മയെ കൊണ്ട് സഹിക്കാനും പറ്റില്ല. വിളിക്കില്ലേ? ശരി അമ്മേ, ഞാൻ വിളിക്കാം. ഗാഥയുടെ ദേഷ്യം തീർന്നിട്ടില്ല, കട്ട് ചെയ്തു. ഒന്നുകൂടി ഒന്ന് വിളിക്കേ. ഗാഥ സംസാരിക്കില്ല അമ്മേ. ആര് പറഞ്ഞു? പെൺകുട്ടികളുടെ മനസ്സിൽ തോന്നുന്ന കുസൃതിയും വാശിയും കാണാപ്പാടം പഠിച്ചിരിക്കുകയാണോ നീ? ഇതൊക്കെ ജീവിതത്തിലുള്ളതാടാ. ഗാഥമോളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. മോള് ഉറപ്പായിട്ടും തിരിച്ചു വരും. നോക്കാം. കൃഷ്ണമോളെ, ഇങ്ങ് വാ. മുത്തശ്ശി ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ? മോളുടെ പേര് കൃഷ്ണയെന്ന്. മുത്തശ്ശി അത് കുട്ടി പരിഭ്രമിക്കേണ്ട. കൃഷ്ണയും ഗാഥയും രണ്ടുപേരാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, നവീന്റെ അച്ഛനും അറിയാം. അയ്യോ മുത്തശ്ശി അത് ഒന്നും വിശദീകരിച്ച് എന്റെ കുട്ടി ബുദ്ധിമുട്ടണമെന്നില്ല. കളരിക്കൽ തറവാട്ടിൽ നീ എത്തിയതിനു പിന്നിൽ എന്താ നടന്നതെന്ന് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ മോളെ ഞങ്ങൾക്കൊപ്പം നടത്തിയിരുന്നതും മനസ്സറിഞ്ഞ് സ്നേഹിച്ചതും. എന്റെ നവീനെ ഇത്രയധികം സ്നേഹിച്ചിട്ട്, ഞങ്ങളെയൊക്കെ ഇത്രയധികം സന്തോഷിപ്പിച്ചിട്ട്, ഒറ്റ ദിവസം ഒന്ന് യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകാൻ എങ്ങനെ കഴിഞ്ഞു കുട്ടിക്ക്?